അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കോഴിക്കോട് ജില്ലയിലെ പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ, അതോടൊപ്പം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നത നേതാക്കന്മാരിൽപ്പെട്ട പ്രമുഖനുമായിരുന്ന വന്ദ്യരായ പാർന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ അവരുടെ സ്മാരകമായിട്ടാണ് പിന്നീട് അവരുടെ മരണശേഷം നൽകപ്പെടുന്ന ഈ പുരസ്കാരം ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഓരോ അതിൻ്റെ കാലയളവിൽ കോഴിക്കോട് ജില്ലയിലുള്ള പ്രമുഖരാവുന്ന പണ്ഡിതന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് നൽകപ്പെടുന്ന ഒരു പുരസ്കാര സമർപ്പണമാണത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതനുസരിച്ച് നമുക്കറിയാം, ആദ്യമായി ഇത് പാർന്നൂർ ഇബ്രാഹിം മുസ്ലിയാർ നവറല്ലാഹു മർഖദ അവർക്ക് നൽകപ്പെട്ടു. പിന്നീട് മഹാനാവുന്ന ചേലക്കാട് മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ അവർക്ക് നൽകപ്പെട്ടു. പിന്നെ വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാർ നവറല്ലാ, അങ്ങനെ തുടങ്ങി എ.വി. അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഉമർ ഫൈലി മുക്കം അടക്കമുള്ള ഈ ജില്ലയിലെ നേതൃത്വം നൽകുകയും ഈ ജില്ലയിലെ പ്രഗത്ഭരാകുന്ന പണ്ഡിതന്മാർക്കാണ് ഇത് നൽകപ്പെട്ടിട്ടുള്ളത്. ആ നിലക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട പ്രവണ്ണ അബൂബക്കർ മുസ്ലിയാർ. അവരെ മുൻഗാമികളാവുന്ന ഈ പുരസ്കാരം സ്വീകരിച്ച പണ്ഡിതന്മാരെ പോലെ തന്നെ അവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ പറ്റുന്ന ഒരു വലിയ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട പ്രവണ്ണ അബൂബക്കർ മുസ്ലിയാർ. പക്ഷേ ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയലുണ്ട്, ഒരാളോട് ബന്ധപ്പെട്ട ചരിത്രം, ഈ ചരിത്രം എന്നുള്ളത് രേഖപ്പെടുത്തപ്പെടുമ്പോൾ അത് വളരെ സത്യസന്ധമായിട്ടാവണം രേഖപ്പെടുത്തപ്പെടേണ്ടത്. അപ്പോൾ ആർക്കും ഇപ്പം എനിക്കെൻ്റെ ഉസ്താദ് അല്ലാത്തവരെ ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഞാനത് അപ്പം തന്നെ അത് എതിർക്കും. എനിക്കത് ഇഷ്ടപ്പെടില്ല. കാരണം എനിക്ക് എൻ്റെ ഉസ്താദിനെ തന്നെ ഉസ്താദ് എന്ന് പറയണമല്ലോ. അതങ്ങനത്തെ അത് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഉസ്താദന്മാരാരാന്നുള്ളത് നമ്മൾ ശരിക്കും പഠിക്കുക. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട ശൈഖുനാനോട് ബന്ധപ്പെട്ട് പല സ്മരണീകളിലൂടെ പലരും ഇറക്കിയിട്ടുണ്ട്. പലതിലും പിന്നെ തള്ളപ്പെടേണ്ട പലതുമുണ്ട്. കാരണം ശൈഖുനാനോട് ബന്ധപ്പെട്ട ചരിത്രം ശരിക്കും മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവരോട് ബന്ധപ്പെട്ടവരിൽ നിന്ന് അത് പഠിക്കാതെയൊക്കെയാണ് പലരും ചരിത്രം പുസ്തകങ്ങളായും കൊണ്ട് രേഖപ്പെടുത്തുന്നത്. നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടെ നന്ദി ദാറുസ്സലാം അറബി കോളേജിലെ ആദ്യത്തെ 17 ആളുകൾ എന്നാണ്, പിന്നെ പറഞ്ഞ് 7. ഇതിപ്പോൾ ഏതാ ശരിയെന്നുള്ളത് ഇപ്പോൾ നമുക്കൊക്കെ അറിയുന്നുണ്ട്, അറിയാത്തവരുണ്ടാവുമല്ലോ. അവിടെ ആദ്യം സ്ഥാനത്ത് നൽകപ്പെട്ടത് 7 ആളുകൾക്കാണ്. 7 അറിയാമല്ലോ അല്ലേ? ആ 7 ഒരാളാണ്, 17 ഒരാളല്ല. അപ്പം നിങ്ങൾ 17 എഴുതി വെച്ചാൽ അത് പിന്നീട് വായിക്കുന്ന ആളുകൾ ഇത് 17 മനസ്സിലാക്കും. എന്നതുപോലെ വളവണ്ണ ഉസ്താദിനോട് ബന്ധപ്പെട്ട അവർ ദർസ് നടത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അവരെ ഉസ്താദന്മാരാരൊക്കെയാണ്, ഇതൊക്കെ അവരോട് അവർ ഹയാത്തുണ്ടായതുകൊണ്ട് അവരോട് ചോദിച്ചതിൻ്റെ സത്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ സമസ്ത പോലത്തെ ഒരു സംഘടന, ആ സംഘടനയോട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തപ്പെടുന്ന ഇതുപോലുള്ള ഏത് സംഭവങ്ങളാണെങ്കിലും അതൊക്കെ വളരെ ശ്രദ്ധാപൂർവം, കാരണം ഇതൊക്കെ ചരിത്ര രേഖകളാണ്. പിന്നീട് അത് പല പുസ്തകങ്ങളിലോ മറ്റൊക്കെ രേഖപ്പെടുത്തപ്പെട്ടാൽ പിന്നീട് വായിക്കുന്ന ആളുകൾക്ക് അതറിയില്ല ഇതിൻ്റെ സത്യം എന്താണ്, ഇത് അങ്ങനെ തന്നെയാണോ. ഒരാളെ പറ്റി അയാളെ വയസ്സ് പറയുമ്പോൾ അയാളോട് ചോദിച്ച് മനസ്സിലാക്കണത്, അയാളുടെ വയസ്സിനെ പറ്റി എത്രയാണ് അയാളുടെ വയസ്സ്, അയാളുടെ ജന്മം എത്രയിലാണ്, അല്ലെങ്കിൽ അയാളുടെ ഉമ്മ വാപ്പ, അങ്ങനെ അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോൾ വളരെ വ്യക്തമായിട്ട് അത് പഠിച്ചെഴുതണത്. അത് എഴുതാഞ്ഞാൽ വലിയ തകരാറുകളൊക്കെ സംഭവിക്കും. അത് എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾ മനസ്സിലാക്കും, ഇയാളെ സംബന്ധിച്ച് ഇയാളെ വാപ്പ ഇന്നാളാണ്, അല്ലെങ്കിൽ ഉമ്മ ഇന്നാളാണ്. ആ പേരാവില്ല ചിലപ്പോൾ വാപ്പാക്കും ഉമ്മക്കും ഉള്ളത്, അല്ലെങ്കിൽ അവരെ മക്കൾക്കുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും ചോദിച്ച് പഠിച്ചതിൻ്റെ ശേഷം ആവണം നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഇവിടെ വളവണ്ണ ഉസ്താദിനെ പരിചയപ്പെടുത്തപ്പെടുന്ന ആ പുരസ്കാരം ഇവിടെ വായിക്കപ്പെട്ട അതിൻ്റെ ഒരു പത്രിക, അതിലതൊരു രേഖയാണത്.
ആ രേഖ മൂപ്പരെ വീട്ടിൽ സൂക്ഷിക്കപ്പെട്ടാൽ അവർ മരണത്തിന് ശേഷം ഈ രേഖ ആസ്പദമാക്കിയിട്ടായിരിക്കും ഉസ്താദിൻ്റെ ചരിത്രങ്ങൾ പിന്നീട് ചിലപ്പോൾ എന്താക്കുക രേഖപ്പെടുത്തപ്പെടുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് ആദ്യമായി എല്ലാവരോടും ഉള്ളത്. ഞാൻ എല്ലാ വേദിയിൽ നിന്നും ഇങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളെപ്പറ്റി വളർത്താറുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമയോട് ബന്ധപ്പെട്ടുകൊണ്ട് പലതും പറയാറുണ്ട്. അവരെ പൊന്തി വലുതാക്കി പറയലായിരിക്കും ഉദ്ദേശം. പക്ഷേ അവരോട് ബന്ധപ്പെട്ട ചരിത്രങ്ങളെ അവരിലേക്ക് ചേർത്ത് നമ്മൾ പറയാൻ പാടുള്ളൂ. അവർ ഉസ്താദന്മാർ എല്ലാവർക്കും അറിയില്ല. പലരും രേഖപ്പെടുത്തിയത് ഉസ്താദന്മാർ രേഖപ്പെടുത്തി കൊടുത്ത് പല തെറ്റുകളുണ്ട്. അവർ ദർസ് നടത്തിയ സ്ഥലത്തിനെ പറ്റി രേഖപ്പെടുത്തി കൊടുത്ത തെറ്റുകളുണ്ട്. അവരോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയെടുത്തൊക്കെ പല തെറ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തിരുത്തിക്കൊണ്ട് വളരെ ചരിത്രങ്ങളൊക്കെ ആ ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കി ആ നിലക്ക് ചരിത്രങ്ങളെ രേഖപ്പെടുത്താൻ വേണ്ടി കൂടി നമ്മൾ ശ്രമിക്കണം എന്നാണ് ഇതിൻ്റെ സംഘാടകരോടും മറ്റ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരോടും പ്രത്യേകമായും കൊണ്ട് ഉണർത്താനുള്ളത്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റിയാദ് ആസ്ഥാനമായി കൊണ്ട് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ ഈ ജില്ലാ മുസ്ലിം ഫെഡറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ സേവനമാണ് ഈ സേവനം എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുക. കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നമ്മൾ ആദരവ് കൊടുക്കുക എല്ലാ മേഖലയിലുള്ള അർഹതയുള്ള എല്ലാവർക്കും ആദരവുകൾ നൽകിക്കൊണ്ട് അവരെ ആദരിക്കണം, അവരെ ബഹുമാനിക്കണം, അവരെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും വേണം. അതാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാന്നിധ്യത്തിൽ വന്ന് കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു തആല അൻഹു വിശ്വപ്രശസ്തമാവുന്ന ആ കവിത പാടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലുള്ള അവരുടെ ആ പ്രയോഗങ്ങളും ആ സാഹിത്യ രചനയൊക്കെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈവശമുണ്ടായിരുന്ന നബി ഉപയോഗിച്ചിരുന്ന ആ പുതപ്പ് കൊണ്ട് അദ്ദേഹത്തിനൊരു പുരസ്കാരം നൽകിയെന്നുള്ള. അപ്പോൾ അങ്ങനെ പുരസ്കാരം നൽകുക എന്നുള്ളത് അത് ഇവിടെ ഈ ദീനിൻ്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു പുരസ്കാരം നൽകി. ആ പുരസ്കാരമാണ് ഫളമ്മനി ജിബ്രീൽ. ഹിറയിൽ വെച്ചുകൊണ്ട് നബിൻ്റെ ഈ ബശരീയത്തിനെ പൂർണ്ണമായും കൊണ്ടിട്ട് മലക്കൂത്തിയത്തിലേക്ക് എന്താക്കുകയാണ് അങ്ങോട്ട് ലയിപ്പിക്കുകയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യണത്. അതാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് നൽകിയതായ ഒരു പുരസ്കാരമായിരുന്നു, ആ നബീനെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളത്. അങ്ങനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള എല്ലാ അറിവുകളും എല്ലാ ഭാഷകളും എല്ലാ ടെക്നോളജികളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് മലക്കുകളെ മുന്നിൽ അത് അവതരിപ്പിക്കപ്പെട്ടു. മലക്കുകളോട് ചോദിച്ചു, അപ്പോൾ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. മലക്കുകൾ അവർക്കുള്ള അജ്സിനെ അള്ളാഹുവിൻ്റെ മുന്നിൽ സമ്മതിക്കുകയും ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഒരു ആദം നബീനെ ബഹുമാനിച്ചുകൊണ്ടുള്ള ഒരു പുരസ്കാരം അവതരിപ്പിക്കപ്പെടാൻ വേണ്ടി കൽപ്പിച്ചു. ആ പുരസ്കാരമാണ് ഉസ്ജുദൂ ലി ആദം. ആദമിനിക്ക് തന്നെ നിങ്ങൾ സുജൂദ് ചെയ്യാമെന്ന്. ആദമിനെ വസീലാക്കിയിട്ട് അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യാമെന്നൊന്നും പറയണ്ട. അള്ളാഹ് ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ പറഞ്ഞാൽ പിന്നെ ആദം നബിക്ക് തന്നെയാണ് സുജൂദ്. അപ്പോൾ ഉസ്ജുദൂ ലി ആദം, ആദം നബിക്ക് സുജൂദ് ചെയ്യാമെന്ന്. ഈ സുജൂദ് എന്ന് പറഞ്ഞത് മനുഷ്യർക്ക് ചെയ്യാൻ പാടില്ലാത്ത ഒന്നല്ലേ സുജൂദ്. ആ സുജൂദ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്ക് നൽകിക്കൊണ്ട് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കണെന്താ, ആദം നബി നിങ്ങൾക്കറിയാത്ത പലതും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനിക്കറിയാം. അതിന് നിങ്ങളെ തബിയത്ത് പോലത്തെ ഒരു തബിയത്തല്ല ആദം നബിൻ്റെ തബിയത്ത്. ഈ വിശുദ്ധമാവുന്നതായ ഇൽമ്, ആ ഇൽമിനെ സ്വീകരിക്കാനും അതിനിവിടെ പ്രബോധനം ചെയ്യാനും
ഈ ശരീഅത്തിനെ ഉൾക്കൊള്ളാനൊക്കെ പറ്റുന്ന ശരീഅത്താണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കുള്ള ശരീഅത്ത്. ഇതിൻ്റെ വാഹകരാകേണ്ടവർ ഇവിടെ മനുഷ്യരാണ്. ആ മനുഷ്യ വംശത്തിൻ്റെ പിതാവാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് ആദമിക്ക് സുജൂദ് ആദം എന്ന ആദമിക്ക് സുജൂദ് ചെയ്യാം. അപ്പം മനുഷ്യവർഗത്തിൻ്റെ ഉൽപ്പത്തി എന്നാണോ ഇവിടെ ഉണ്ടായത്, അന്ന് മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദരവിനെ നൽകപ്പെടണം എന്നുള്ളതാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. ഏതൊരാളും അവർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, ഇപ്പം കണ്ടോ നമ്മൾ കുട്ടികളൊക്കെ പരീക്ഷയിൽ അവർക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമ്പോൾ അവരെ നമ്മൾ ആദരിക്കും, അവരെ നമ്മൾ ബഹുമാനിക്കും. അത് ഒരു പൊതു സ്വഭാവമാണത്. അതോടുകൂടി വിശുദ്ധമാവുന്ന ശരീഅത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതുകൊണ്ട് കൽപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട വലിയ പണ്ഡിതൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ട്രഷറർ കൂടിയായിരുന്ന പാർണൂർ ഉസ്താദ് അവറുകളുടെ ആ നബറുല്ലാഹു മർക്കദ, അവരുടെ ആ പാവനമാവുന്ന സ്മരണവിടെ നിലനിർത്താൻ വേണ്ടി റിയാദ് ആസ്ഥാനമായും കൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം ഫെഡറേഷൻ അവർ ഈ ഒരു മാർഗം സ്വീകരിച്ചത്. ഏതൊരു മാർഗം? ഉലമാവിനെ ആദരിക്കാം. ഉലമാവിനെ ആദരിക്കുക എന്നുള്ളത് അത് അങ്ങനെയുള്ളോ, റഫഅല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്തി എന്നാണ്. അപ്പോൾ അവരെ പല ആദരവുകളെ കൊണ്ട് ആദരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്ന ബഹുമാനപ്പെട്ട ഓളമണ്ണ ഉസ്താദ് ഈ കോഴിക്കോട് ജില്ലയിൽ ആദരിക്കപ്പെടേണ്ട പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ തന്നെയാണ്. മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമയുടെ കൂടെ അവരൊരു ഇതുപോലെ പിൻപറ്റുകയും അവരിൽ നിന്നുള്ള പ്രത്യേകമാവുന്ന തഹ്ഖീഖാത്തുകളൊക്കെ അത് ശരിക്ക് പഠിക്കുകയും ആ തഹ്ഖീഖാത്തുകൾ ആവശ്യമുള്ള സ്ഥലത്ത് അവതരിപ്പിച്ചുകൊണ്ട് ദർസ് നടത്തുകയും ഇൽമിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ നിലക്കുള്ള തഹ്ഖീഖൊക്കെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ച് വേണ്ടതുപോലെ പഠിതാക്കളുടെ ഹൃദയത്തിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഒരു വലിയ പണ്ഡിതനാണ്. ഞാനും അദ്ദേഹവുമായിട്ട് ഏകദേശം ഒരു 10-30 വർഷത്തിലധികമുള്ള കൂട്ടുജീവിതമാണ് ഞങ്ങൾ ഒന്നിച്ചുകൊണ്ട് ദാന്തി ദാറുസ്സലാം അറബി കോളേജിൽ ഞാനവിടെ മുദരിസായിരുന്ന കാലഘട്ടത്തിലും ഞാനവിടെ വൈസ് പ്രിൻസിപ്പാളായിരുന്ന കാലഘട്ടത്തിലും പ്രിൻസിപ്പാളായിരുന്ന കാലഘട്ടത്തിലൊക്കെ എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്. പിന്നീട് ഞാൻ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ജാമിയ യമാനിയിലേക്ക് മാറിയപ്പോൾ അവിടെ എൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്തു നല്ല നിലക്ക് ദർസ് നടത്തുകയും അതോടുകൂടെ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാവുമായി ബന്ധപ്പെട്ട് അവരിൽ നിന്നുള്ള പ്രത്യേക ആത്മീയമാവുന്നതായ ശിക്ഷണത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മുത്തഖിയാവുന്ന ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട വളവണ്ണ അബൂബക്കർ മുസ്ലിയാർ. അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി മുൻഗാമികളെപ്പോലെ തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആ മുൻഗാമികളാവുന്ന വ്യക്തികൾ മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്കുള്ള ആ കൂട്ടത്തിൽ എണ്ണപ്പെടാൻ പറ്റുന്ന ഒരു വലിയ പണ്ഡിതനാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട വളവൻ ഉസ്താദ് ഒരു സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറയിലെ അംഗമാണ്. അദ്ദേഹത്തെ ആ മുഷാവറയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിച്ചതും ഞാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എന്തുകൊണ്ടും ഈ പുരസ്കാരത്തിന് അർഹനാണെന്ന് ഉണർത്തിക്കൊണ്ട് സമസ്ത കേരള ഇവിടെ ഉമർ ഫൈദി സൂചിപ്പിച്ചതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് വിശുദ്ധമാവുന്ന ദീനിൻ്റെ ഒരു പ്രസ്ഥാനമാണ്. ഭൗതികമാവുന്ന താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല. വിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖായിദുകൾ, അതിൻ്റെ കർമ്മങ്ങൾ, അതിൻ്റെ ആചാരങ്ങൾ ഇതൊക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടണം. അത് എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്ത് മനസ്സിലാക്കിയത്, ആ മനസ്സിലാക്കിയതുപോലെ അതിനവിടെ സംരക്ഷിക്കപ്പെടണം. അതിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു നിലക്കുള്ളതായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. അതാണ് യഥാർത്ഥ ദീൻ. അതിൽ യാതൊരു സംശയമില്ല.
മാ അനാലിഹി വ അസ്ഹാബി എന്നല്ലേ റസൂൽ. അതാണ് അഹ്ലുസുന്നത്തി മഹാന്മാരാവുന്ന അയിമ്മത്ത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ അവർ നിർവചിച്ചത് മാ വറദ ബിഹി സുന്ന വ ജറാ അലൈഹി ജമാഅത്തു സഹാബ ഫസുമ്മു അഹ്ലുസുന്നത്തി വൽ ജമാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമാവുന്ന ഖുർആനിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു തന്ന റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്, ആ സുന്നത്തനുസരിച്ച് നിൽക്കുക. ആ സുന്നത്തിൽ ആരൊക്കെ അവലംബിക്കണമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടോ, ആരൊക്കെ കൗലുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അതൊക്കെ റസൂൽ വിവരിച്ചതാണ്. ആ വിവരിച്ചതിനനുസരിച്ച് നമ്മൾ നിൽക്കണം. ഓജറാലിഹി ജമാഅത്തു സ്വഹാബ, സഹാബത്തിൻ്റെ ആ സംഘം അവർ ആ പറയുന്ന സംഗതിയിലുമാണ് അവർ നടന്നു പോന്നിട്ടുള്ളത്. ആ നിലക്ക് നടക്കുന്ന സമൂഹത്തിനേക്കാണ് അഹ്ലുസുന്നത്തി വസുമ്മു അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ ഇവിടെ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മഹാന്മാരാവുന്ന അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ അവർ ഇവിടെ സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സംഘടന ഇവിടെ ഒരു ശക്തിക്കും ഒരു കാലത്തും അതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അത് നശിപ്പിക്കാൻ വേണ്ടി ആരും മുതലും വേണ്ട. അതിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അത് അങ്ങോട്ട് തിരിച്ചടിക്കും. ആ സംഘടന തിരിച്ചടിക്കേണ്ട ആവശ്യമില്ല. ഒരു അങ്ങോട്ട് അല്ലാഹുവിൻ്റെ മഹാന്മാരാവുന്നതായ മുഖദ്ദസാവുന്ന റുവാഴികൾ അവരിൽ നിന്നുള്ളതായ ആക്രമണങ്ങളാണ് ഈ കാലം ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കാത്ത നിലയ്ക്ക് ഇലാഹിയായ നിലക്കുള്ളതായ പല പ്രത്യാക്രമണങ്ങളും സംഭവിക്കാൻ സാധ്യതയുണ്ട്. മനാദാലി വലിയ എന്നല്ലേ അള്ളാഹുവിൻ്റെ ഒരു വലിയ, അല്ലെങ്കിൽ ആ വലിയ ഇവിടെ സ്ഥാപിച്ച ഒരു സംഘടന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ വിശുദ്ധമായ ദീനിന് വേണ്ടി സ്ഥാപിച്ച സംഘടന, ആ സംഘടനയോട് ആർക്കെങ്കിലും ഒരാൾക്ക് എതിർപ്പ് പ്രവർത്തിച്ചാൽ അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരോടുള്ളതായ ആ എതിർപ്പാണത്. ആദൻതുഹു ബിൽ ഹർബ് എന്ന അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് പ്രത്യേകമാവുന്നതായ ഒരു യുദ്ധം അള്ളാഹു പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ അത് ഇലാഹിയായ നിലക്കുള്ളതായ നമ്മൾ മനസ്സിലാക്കാത്ത നിലക്ക് നമ്മളെ കണ്ണുകൊണ്ട് ചിലപ്പോൾ കാണുന്ന ആളുകളാവില്ല ഇതിനെതിരിൽ പ്രവർത്തിച്ചു നമ്മൾക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കെതിരിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും വിശുദ്ധമായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമൻ്റെ പിന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ മഹാനാവുന്ന ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളവറുകൾ എപ്പോഴും പറയലുണ്ട്, ഇതെന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലേക്കുള്ളതായ ഒരു പാലാണ്. ഇത് ഈ ചങ്ങല ഇത് പിടിച്ചാൽ പിടിച്ചതിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിലുള്ളൊരു ചങ്ങലയാണ്. ആ ശൃംഖലയിലുള്ള മഹത്തുക്കളാവുന്നതായ മശായിഖന്മാർ അവരാണ് ഇതിനെ വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ അവരെ കൂടെ നിന്നാൽ നാളെ മഹ്ശറിൽ നമുക്ക് ചിലപ്പോൾ ശഫാഅത്തിനക്ക് ആവശ്യമാവുന്ന പല ഘട്ടങ്ങളുണ്ടാവും. അപ്പോൾ ആ ശഫാഅത്ത് അവരിൽ നിന്ന് നിലകൊള്ളും. മാത്രമല്ല ശൈഖുനാൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ കൈ പിടിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനത്തെ ഉദ്ദേശമൊക്കെ വിചാരിച്ചുകൊണ്ട് മാത്രം ഇതിൻ്റെ പിന്നിൽ നിൽക്കുക. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും ഇതിൻ്റെ പിന്നിൽ പോകണ്ട. ഇതിൻ്റെ 100-ാം വാർഷികം അത് വളരെ ചരിത്ര സംഭവമാക്കണം. അതൊരു അന്താരാഷ്ട്ര സ്വഭാവത്തിലുള്ള സമ്മേളനം ഈ വരുന്ന 2026 ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നടത്തപ്പെടുകയാണ്. 33,313 ആളുകൾ പങ്കെടുക്കുന്ന വലിയ ക്യാമ്പായിരിക്കും. 4 ദിവസം മുതൽ 8 ദിവസം വരെ വിദേശ പ്രതിനിധികളാവുന്ന പണ്ഡിതന്മാരും മറ്റ് സുഫിയാക്കളൊക്കെ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി കൊണ്ട് ഇവിടെ കൂടിയങ്ങളൊക്കെ പ്രവർത്തിക്കണം. അതിലിങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന ആളുകളൊക്കെ പരമാവധി പങ്കെടുക്കണം. ആ സമ്മേളനത്തിൻ്റെ ആവശ്യമാവുന്ന എല്ലാ സഹകരണങ്ങളും നിങ്ങളെല്ലാവരിൽ നിന്നുണ്ടാവണം. ഈ അവസരത്തിൽ പ്രത്യേകമായി ഉണർത്തുകയാണ്. മറ്റൊന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ സുപ്രഭാതം പത്രം, അത് നമ്മളെ പത്രമാണ്. നമ്മളെ പത്രം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ പത്രം എന്നല്ല, എല്ലാവരും പത്രമാണത്. അത് എല്ലാവരുടെ വാർത്തകളും പ്രസിദ്ധീകരിക്കപ്പെടും. എല്ലാ വീടുകളിലും ഉണ്ടാവേണ്ട പത്രമാണത്. ഞാൻ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിലിരിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥ അവിടെ ഇരുന്നിരുന്നു. അവർ അവിടെ വിശ്രമമുള്ള. അപ്പോൾ രാവിലെ എനിക്ക് ആ പത്രവിതരണക്കാരൻ സുപ്രഭാതം കൊടുന്നു. അപ്പോൾ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, ഒന്ന് ഇങ്ങോട്ട് തരുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പത്രം കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ സുപ്രഭാതം വരുത്തലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്ത് കാരണം എന്ന് വെച്ചു. അല്ല, ആദ്യം ഞാൻ അങ്ങനെ വരുത്തലൊന്നും ചെയ്യുന്നു. പിന്നെ എൻ്റെ അയൽവാസിയായ ഒരുത്തൻ ഇതിൻ്റെ പ്രവർത്തകനും ഏജൻറ്റൊക്കെയാണ്. അപ്പോൾ അവൻ എന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഏതായാലും വാങ്ങി നോക്കുമ്പോഴാണ് ഈ പത്രത്തിൻ്റെ ഒരു പ്രൗഢിയും അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ എനിക്ക് മനസ്സിലായത്. ഒരു പത്രം എന്ന് പറഞ്ഞാൽ ഒരു വാർത്താ മാധ്യമത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നാണ്. അത് നിഷ്പക്ഷമായിട്ട് വളരെ സത്യസന്ധമായിട്ട് വാർത്തകൾ പ്രസിദ്ധീകരിക്കുക. അത് എല്ലാ മാധ്യമക്കാരുടെയും എല്ലാ സംഘടനകളാവട്ടെ, അല്ല മാധ്യമ പ്രവർത്തകരാവട്ടെ, മാധ്യമങ്ങളാവട്ടെ, അവർ നിർവഹിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. എല്ലാം വളരെ സത്യസന്ധമായി നിർവഹിക്കും. അപ്പോൾ സത്യസന്ധമായിട്ട് വിവരങ്ങൾ എഴുതുക, നിഷ്പക്ഷമായി എഴുതുക. അതോടുകൂടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശീർവാദത്തോടും സമസ്ത നിശ്ചയിക്കപ്പെട്ടതായ പ്രത്യേകമാവുന്ന ഒരു ബോഡി നടത്തുന്ന പത്രമായതുകൊണ്ടിട്ട് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിഷയങ്ങൾ ഇവിടെ എഴുതണം. അതിന് നമ്മളെന്ത് എഴുതുന്നത് നമുക്ക് പത്രമാണല്ലോ. ഞാൻ മുമ്പ് ആരോട് പറഞ്ഞല്ലോ, പിന്നെ വാടക വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഇഷ്ടം നമുക്ക് സ്വന്തം വീടുണ്ടാക്കി താമസിക്കലില്ല. എന്തിനാ സുപ്രഭാതം നിർത്തം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് വാടക വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ ഇഷ്ടം എപ്പോഴും സ്വന്തം വീട്ടിൽ താമസിക്കലല്ലേ എന്നതുപോലെ നമുക്ക് അഭിമാനത്തോടു കൂടി ഞാനൊക്കെ ഇങ്ങനെ പുറത്ത് പത്രമായിട്ട് റെയിൽവേ സ്റ്റേഷനിലും മറ്റും പോകുമ്പോൾ സുപ്രഭാതം ഇങ്ങനെ കാണിച്ചു പിടിച്ചാൽ പോകുന്നുണ്ട്. കാരണം കാണിച്ചു പിടിച്ച് പോകാൻ പറ്റിയൊരു പത്രമാണ്. അപ്പം പലർക്കും അവരുടെ പത്രങ്ങൾ ചിലപ്പോൾ ആളുകളുടെ മുന്നിൽ കാണിച്ചു പിടിക്കാൻ ചിലപ്പോൾ കുറവുണ്ടാവും. ഇതങ്ങനെയല്ല സുപ്രഭാതം എന്നുള്ളത്. സുപ്രഭാതം നമുക്ക് ആരുടെ മുന്നിലും ആ സുപ്രഭാതം ഇങ്ങനെ കാണിച്ചു പിടിച്ച് കൊണ്ട് തന്നെ പോവാം. അത് മറച്ചു വെച്ച് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അഭിമാനിക്കപ്പെടാൻ പറ്റണം. എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ വിഷയങ്ങളൊക്കെ വളരെ സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു പത്രമാണ് ഇത്. ഉമർ ഫൈദി പറഞ്ഞതുപോലെ നമ്മുടെ വീടുകളിൽ മാത്രമല്ല ഉണ്ടാവേണ്ടത്, ഇത് എല്ലാവരുടെ വീടുകളിലും ഉണ്ടാവണം. ഇതൊരു ആ നിലക്കുള്ളതായ ഒരു ജനറൽ പത്രമാണിത്. അതോടുകൂടി ഇതിന് ചില പ്രത്യേകതകളുണ്ട്. സമസ്തനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശുദ്ധമാവുന്ന ദീനിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകമാവുന്ന മുൻഗണന നൽകിയും കൊണ്ടായിരിക്കും ഈ പത്രം അതിനെ പ്രസിദ്ധീകരിക്കുകയും അതിനെ റിപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടിട്ട് ഇതിൻ്റെ പ്രചാരകരാവണം എല്ലാവരും, ഇതിനു വേണ്ടി പ്രവർത്തിക്കണം. പിന്നെ അതിന് എതിർപ്പുകളുണ്ടെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. പത്രത്തിന് ഇപ്പോൾ ആരും എതിർക്കില്ലല്ലോ, അങ്ങനെയല്ലേ? ഒരു പത്രത്തിന് ആരും എതിർക്കുക എന്ന് പറഞ്ഞാൽ അവർ പത്രത്തിൻ്റെ പിന്നെ ആർക്കും ഇവിടെ ഏത് പത്രവും നടത്താമല്ലോ. നമ്മളിപ്പോൾ ഏതെങ്കിലും പത്രത്തിന് എതിർക്കാൻ പോകുന്നുണ്ടോ? ഒരു പത്രത്തിന് നമ്മൾ എതിർക്കണില്ല. എല്ലാ പത്രത്തിനെയും പ്രോത്സാഹിപ്പിക്കണം, എല്ലാ മാധ്യമങ്ങളെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ ഇവിടെ ഈ ഇവരില്ലെങ്കിൽ നമ്മളെ വിവരങ്ങളൊക്കെ പുറത്തെത്തും. ഇവരത് ഇവിടുന്ന് പിടിച്ചു പോയി അവരത് ചാനൽ കൂടി അത് പുറത്ത് വിടുകയാണ്. ഇവരൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ എല്ലാ പത്രത്തിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. മനസ്സിലായി? കഴിവുള്ളവരൊക്കെ എല്ലാ പത്രവും വാങ്ങുക, കഴിവുള്ളവർ കഴിവനുസരിച്ച് വാങ്ങുക. ഇനി ഒന്നിനും കഴിവില്ലെങ്കിൽ സുപ്രഭാതം എല്ലാവരും വാങ്ങുക, അതാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് സുപ്രഭാതത്തിൻ്റെ വരിക്കാരാകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. പിന്നെ സുപ്രഭാതത്തിൻ്റെ വളർച്ച അത് ഇങ്ങനെ തന്നെയാണ്. ഏതൊരു സംഘടനയാവട്ടെ, പത്രമാവട്ടെ, ഒരു വ്യക്തിയാവട്ടെ, അവർക്ക് വളർച്ച ഉണ്ടാവുമ്പോൾ അതിൽ എപ്പോഴും സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് അസൂയ ഉണ്ടാവും, പലർക്കും അസൂയ ഉണ്ടാവും. അങ്ങനെയുള്ളൂ. ഇപ്പം നമ്മൾക്കൊരു നല്ലൊരു ഉയർച്ച വന്നാൽ ചിലപ്പോൾ നമ്മളെ സ്വന്തം ആളുകൾക്ക് തന്നെ, കുടുംബക്കാർക്ക് തന്നെ ചിലപ്പോൾ അസൂയ ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിനിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അസൂയ പലർക്കും ഉണ്ടാവും. ആ പത്രത്തിൻ്റെ വളർച്ചയിൽ പലർക്കും അസൂയ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അസൂയ ഉണ്ടാവില്ല. ഏതാവട്ടെ, അല്ലെങ്കിൽ പത്രത്തിനെ വളർത്താൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ ഇത് പറയണത്. അങ്ങനെ ഉണ്ടല്ലോ. ചിലപ്പോൾ വിമർശനത്തിൽ നിന്നാണ് ഈ കാര്യം വളർച്ച ഉണ്ടാവുക. അപ്പോൾ പത്രത്തിനെ വളർത്താൻ വേണ്ടി ചിലർ വിമർശിക്കും. നമ്മൾ വിചാരിക്കും അവർ നമ്മളെ വിമർശകരാണെന്ന്. ഒരിക്കലുമില്ല. അവരാ വിമർശനം കൊണ്ടാണ് ചിലപ്പോൾ നമുക്ക് കോപ്പികൾ വർദ്ധിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവരെ വിമർശകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവരെ നമ്മൾ എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞ് അവരെ കുറ്റം പറയാൻ പാടുള്ളതല്ല. വലിയ വലിയ ആളുകളെ വിമർശിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയവരവ ആര് വിമർശിച്ചാലും അവരെ വിമർശനം നമ്മൾ ഉൾക്കൊള്ളും. അത് നമ്മൾക്ക് എന്താ ഒരു കോപ്പിയെങ്കിലും വർദ്ധിക്കാനുള്ള, അല്ലെങ്കിൽ വർദ്ധിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണമായിരിക്കും. അതുകൊണ്ട് ആ നിലക്ക് സുപ്രഭാതത്തിന് വേണ്ടി അതിൻ്റെ ക്യാമ്പയിൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പ്രവർത്തിക്കണം എന്നൊക്കെ നമ്മളെ സംഘടനയോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ നല്ല നിലക്ക് ഇഖ്ലാസോടുകൂടി ഓരോരുത്തരും നമ്മളെ വ്യക്തി ജീവിതത്തിലുണ്ടാകുന്ന വിശുദ്ധികൾ അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ നിലക്ക് അള്ളാഹു എല്ലാ ഉയർച്ചയും നമുക്ക് നൽകട്ടെ. ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ റിയാദ് ആസ്ഥാനമായും കൊണ്ട് കോഴിക്കോട് ജില്ലയുടെ
പിന്നെ ജില്ലാ മുസ്ലിം ഫെഡറേഷൻ, ഈ ഫെഡറേഷനും അതിൻ്റെ ഭാരവാഹികൾക്കും അതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും അള്ളാഹു ധാരാളം ചൊരിഞ്ഞു കൊടുക്കട്ടെ. അവരർപ്പിക്കുന്ന ഇതുപോലുള്ള പണ്ഡിതന്മാരോടുള്ള ഈ ബഹുമാനം അനുസരിച്ച് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണം. നമുക്ക് പോകാൻ ആലോചിക്കണം, കോഴിക്കോട് ജില്ലയിൽ വന്ന് താമസിക്കുന്നു അങ്ങനെ ഒരു പുരസ്കാരം കിട്ടുമല്ലോ എന്നുള്ളത്. ഞാൻ മലപ്പുറം ജില്ലയിലുള്ള ആർക്കെങ്കിലും ഇങ്ങനത്തെ വല്ലതും തോന്നിയിട്ട് വേണം, അവർക്ക് അങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കട്ടെ. എന്നാലും മലപ്പുറം ജില്ലയിൽ വേറെ ഗുണം, രണ്ട് ജില്ലകളായി രണ്ട് ഈസ്റ്റും വെസ്റ്റുമായി പ്രവർത്തിക്കൊണ്ട് രണ്ട് ഉപഹാരം ലഭിക്കപ്പെടും എന്നുള്ളൊരു സന്തോഷമാണ് അവിടെ തുടങ്ങിയത് നമ്മൾ. അപ്പോൾ ഏതായാലും ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. ഉസ്താദന്മാരെന്നല്ല, ദീനി രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ ജാമിയ തുടങ്ങിയ നമ്മളെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ പഠിച്ച് ഫസ്റ്റ് റാങ്ക് വാങ്ങുന്ന കുട്ടികളുണ്ടാവും. ആ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. നമ്മൾ മറ്റ് ഭൗതികമായ കാര്യങ്ങളിൽ വലിയ മാർക്ക് വാങ്ങി അതിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയവരെ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ തന്നെ ഈ രംഗത്ത് ഫസ്റ്റ് റാങ്കുള്ള കുട്ടികളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് ദീനിനൊരു പ്രോത്സാഹനം കൂടിയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഇവിടുത്തെ ദർസുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. വലിയ വലിയ ദർസുകൾ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അവിടുത്തെ ഉസ്താദന്മാർക്ക് ഇതുപോലുള്ള പുരസ്കാരങ്ങൾ നിങ്ങൾ നൽകണം. അവിടുത്തെ കുട്ടികൾക്ക് ഇതുപോലുള്ളതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അവരെ ആദരിക്കുക. ആ നിലക്കുള്ള ഈ നല്ല പ്രവർത്തനം അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഫാറൂഖ് ഉസ്താദ് അവറുകൾ ഈ ജില്ലയിൽ നമുക്ക് നേതൃത്വം നൽകിയ ഒരു വലിയ മഹാനായിരുന്നു. അതിൻ്റെ എല്ലാം പുറമെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ട്രഷറായിക്കൊണ്ട് സമസ്തക്ക് വേണ്ടി ഈ സംഘടനയ്ക്ക് വേണ്ടി വല്ലാതെ പ്രവർത്തിക്കുകയും ഒരുപാട് ശിഷ്യന്മാരുടെ ഉസ്താദ് കൂടിയാണ്. അവരുടെ ആ പാവനമായ സ്മരണയാണ് ഇതിൽ കൂടി നിലനിർത്തപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ പരലോക ജീവിതം അല്ലാഹു സുഖസമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. അവരുടെ ആ ദീനിയായ ഖിദ്മത്തുകൾ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവരെ കുടുംബങ്ങൾ, അവരെ മക്കളൊക്കെ നമുക്കറിയാലോ പണ്ഡിതന്മാരാണ്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബത്തിനൊക്കെ ഖൈറും ബർക്കത്തും അല്ലാഹു നൽകട്ടെ. എല്ലാ നിലക്കുള്ള ഷറുകളിൽ നിന്ന് അവർ നമ്മളൊക്കെ അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ ഇവിടെ നൽകപ്പെടുന്ന ബഹുമാനപ്പെട്ട ഒളവൺ ഉസ്താദ് അവർക്ക് ദീനീ രംഗത്ത് ഖിദ്മത്ത് ചെയ്യാനും അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഖിദ്മത്ത് ചെയ്യാനും മറ്റുള്ള എല്ലാ ദീനിയായ ഖിദ്മത്തിനും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. എല്ലാ പ്രയാസങ്ങളിലും അവരെയും അവരെ കുടുംബത്തിനെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അവരുടെ പ്രിയ പത്നി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ മറിയം, ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി മുസ്ലിയാർ, നമുക്കൊക്കെ അറിയാം. നവറല്ലാഹു മർഖദ, വലിയ പണ്ഡിതനായിരുന്നു. നമ്മളൊക്കെ ഉസ്താദ് കൂടിയായിരുന്നു. അവർ അവരുടെ മകളാണ്. അപ്പോൾ അവരുടെ ആഖിറ അല്ലാഹു സന്തോഷമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമ്പിച്ചാലി മുസ്ലിയാരുടെ ദീനിയായ ഖിദ്മത്തുകളൊക്കെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവരുടെ മകൾ ഒളവണ്ണ ഉസ്താദിൻ്റെ ഭാര്യ ആ മഹദിയുടെ പരലോക ജീവിതം അല്ലാഹു സമ്പൂർണ്ണമാക്കി കൊടുക്കട്ടെ. നമ്മളെ ഈ സംഘടനൻ്റെ, അതായത് KDMF എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, ഈ കോഴിക്കോട് റിയാദ് ആസ്ഥാനമായി കൊണ്ട് പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ലാ മുസ്ലിം ഫെഡറേഷൻ, ഇതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയുടെ പിതാവ് ഹോസ്പിറ്റലിലാണ്. 6 ദിവസത്തോളമായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ രോഗം ബാധിച്ചുകൊണ്ട് അവിടെ ചികിത്സയിൽ കഴിച്ചു കൂട്ടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാൻ്റെ രോഗം അല്ലാഹു ശിഫിയാക്കി കൊടുക്കട്ടെ. എല്ലാ നിലക്കുള്ള റാഹത്തിനും കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. എല്ലാവിധ ലാഹിരി, ബാത്തിനി, ഖൽബി, ബദനി, റുഹാനിയാവുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു ശിഫിയാക്കി കൊടുക്കട്ടെ. അതുപോലെ നമുക്ക് വളരെയധികം പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് MK മുനീർ സാഹിബ്. ബഹുമാനപ്പെട്ട CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പുത്രനാണ്. കേരളത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നൊക്കെയുള്ള നിലക്ക് ശോഭിച്ച വലിയ വ്യക്തിത്വമാണല്ലോ CH മുഹമ്മദ് കോയ സാഹിബ്. CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ പ്രിയങ്കരനായ പുത്രൻ മുനീർ സാഹിബ് നമ്മളോടൊക്കെ എപ്പോഴും ബന്ധപ്പെടുകയും ആ സ്നേഹവും സന്തോഷമൊക്കെ കൈമാറുകയൊക്കെ ചെയ്യണ ഒരു വിനയത്തിൻ്റെ ഉടമ കൂടിയാണ് മുനീർ സാഹിബ്. ആ മുനീർ സാഹിബ് സുഖമില്ലാതെ ആസ്പത്രിയിലാണ്. റഹ്മുർ-റഹീമീനായ തമ്പുരാനെ ബഹുമാനപ്പെട്ട മുനീർ സാഹിബിൻ്റെ രോഗങ്ങൾ നീ ശരിയായി കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. അവർ പ്രതിനിധാനം ചെയ്യണം ആ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഈ മറ്റുള്ള എല്ലാ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള
ആഫിയത്തും ദീർഘായുസ്സൊക്കെ അള്ളാഹു അർഹമുറാഹിമീന തമ്പുരാനെ അദ്ദേഹത്തിന് നീ നൽകണേ അള്ളാഹ്. ബഹുമാനപ്പെട്ട നമ്മളൊരു പ്രവർത്തകൻ ചെറുവാടി ഒഫൂർ ഫൈസി, അദ്ദേഹം ഹോസ്പിറ്റലിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ രോഗങ്ങളെ ശിഫയായി കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ്